കൊടുകൈ. ആ കാണും മാമലയെല്ലാം നമ്മുടേതാണെൻ മകനെ, ഈ കാണും പുഴയും ഡാമും നമ്മുടേതാണെൻ മകനെ. അപ്പോൾ വീണ്ടും കോളപ്പുറ പാലം പശ്ചാത്തലത്തിൽ നമ്മുടെ പാരാമൗണ്ട് പിക്ചേഴ്സിൻ്റെ പോലത്തെ മല ഇലവീഴ പൂഞ്ചിറ. അപ്പം ഇന്നത്തെ റൈഡ് ദേ ഒരു പുലിക്കുട്ടി റൈഡറാണ് നമ്മുടെ കൂടെ ഉള്ളത്, വൈശാഖ്. പുലിക്കുട്ടി ഇവിടെ ഇവൻ സംഭവട്ടാ എൻ്റെ പൊന്നെ. വൈശാഖിനൊരു ചാനലുണ്ട്, തുടക്കത്തിൽ തന്നെ അതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വൈശാഖ് ക്ലിക്സ്. അതിൽ മുഴുവൻ സൈക്ലിംഗ് ട്രാവലിംഗ് വീഡിയോസ് ഉണ്ട്, പിന്നെ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റിൻ്റെ വിശദീകരണങ്ങളുണ്ട്. സൂപ്പറായിട്ട് എല്ലാ സൈക്കിൾ പ്രേമികളും നിർബന്ധമായിട്ട് ഫോളോ ചെയ്തോളൂ ധൈര്യമായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഇലവീഴ പൂഞ്ചിറയ്ക്ക. ഇവൻ തന്നെ ഈ നിരന്തരം ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ എടുത്തിട്ട് എൻ്റെ തലയ്ക്ക് കീർക്കുണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കായിരിക്കും, പക്ഷെ സംഭവം പറഞ്ഞുതരാം. അതാണ് കാര്യം. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പകുതിക്ക് പകുതി ഞാൻ തള്ളിക്കയറ്റി, രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ മുഴുവൻ ചവിട്ടിക്കയറ്റി, 1 മീറ്റർ പോലും തള്ളാതെ. ഇന്നത്തെ റൈഡറിന് വേറെ പ്രത്യേകതയായിട്ട് ഇന്ന് ഞാൻ ചിരിച്ചോണ്ട് കയറിപ്പോവും. അതിൻ്റെ കാരണം വൈശാഖ് പറഞ്ഞുതരും. അത്തരം കാര്യങ്ങൾ പറയാൻ വൈശാഖാണ് എടുക്കാൻ. അപ്പോൾ നമുക്ക് പുറപ്പെടാം. ആ കാര്യങ്ങളെല്ലാം വൈശാഖ് പറഞ്ഞു എന്താണ് ഇന്നത്തെ റൈഡിൻ്റെ പ്രത്യേകത എന്നുള്ളത്. വിടുവല്ലേ? പിന്നെ വിട്ടേക്കാം. വണ്ടി കയറുള്ളൂ. പൂഞ്ചിറ വെറും 8 കിലോമീറ്റർ. ഇന്ന് വലത്തോട്ടാണ്. നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഇനി നമ്മളങ്ങ് തുടങ്ങുകയാണ്. കയറ്റം കയറ്റെന്ന് വെച്ചാൽ എജ്ജാതി. അതാണല്ലോ പൂഞ്ചിറയെ സുന്ദരമാക്കുന്നത്. ഇതില്ലാത്ത രണ്ട് സൈക്കിൾ വീഡിയോ പൂഞ്ചിറ നമ്മൾ ചെയ്തു. ഇത് 3ാമത്തെയാണ്. ഇതിൽ ഞാൻ ഇച്ചിരി കൂടെ സോഫ്റ്റായിട്ടൊക്കെ കിട്ടണം. കാരണം അത് വൈശാഖ് പറയും. കൂവപ്പള്ളത്തിടാ. ഇനി ഒള്ളി 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ ഒരു ഗോപണിയാണ്. ഹായ്. അറക്കുളം സെൻറ്റ് ജോസഫാണ്. ആ മല കയറി പോകേണ്ടേ. അപ്പം ഞാൻ എന്താ ജസ്റ്റ് ബിനോയ് ചേട്ടൻ്റെ സൈക്കിളൊന്ന് ചവിട്ടി നോക്കുക കേട്ടോ. നമ്മുടെ പോളിഗൺ പാത്ത് 3. ഓ സിമ്പിളാട്ടോ. ഇത് ഭയങ്കര ചവിട്ടുന്ന ഒരു ഫീലില്ല കേട്ടോ. കിളവന്മാർക്കുള്ള സാധനമാണ്. എടാ ഇത് ഞങ്ങൾ കിളവന്മാർക്കുള്ള, അതിനെ പോലെ ചെറുപ്പക്കാർക്കുള്ള സാധനമല്ല. ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ മുട്ട് തേയും ചങ്ക് വാടും, അങ്ങനെയുള്ള സമയത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ഇതാണ് അതിൻ്റെ രഹസ്യം. എങ്ങനെയുണ്ട്?
സത്യം പറയാൻ ആൾക്കാരെ പറ്റിക്കുക. വീണ്ടും ഹെയർ പിന്നുകൾ അവസാനിക്കുന്നില്ല. ഇനി ആ രഹസ്യം കൂടെ വെളിപ്പെടുത്തും. തീർച്ചയായിട്ടും പറയാനുള്ള രഹസ്യം. അപ്പോൾ ഇത് ചേട്ടൻ്റെ പോളിഗൺ പാർട്ട് 3. അപ്പോൾ ഇത് ബ്ലോഗ് ചെയ്യാനുള്ള സെറ്റപ്പിൽ പുള്ളി ഇവിടെ ഒരു നമ്മുടെ പണ്ട് നമ്മൾ സൈക്കിൾ MGB എന്ന് മേടിക്കില്ലായിരുന്നു, അതിൻ്റെ ഒരു കൊമ്പ് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് മെയിൻ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു പാത്രം കമത്തി വെച്ചേക്കണ പോലെ ഡിയോറാട്ടോ. ഡിയോറിൻ്റെ കാസറ്റും ഉണ്ട്, ഒരു ഡീറൈലർ കണ്ടല്ലേ. ഫ്രണ്ടില് മാറ്റമില്ല, ഫ്രണ്ടില് മാറ്റിയില്ല തൽക്കാലം, അതുകൊണ്ട് ഓൾഡ് ഡിസൈൻ ആണ്. അപ്പോൾ ഇത് സംഗതി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇടുക്കിക്കാരാണ് ഇതുപോലെയുള്ള. ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ 1140 ഇട്ടു, 11 മെഗാ റേഞ്ച്. ഇപ്പൊ 1140 ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആവേശം കയറി. അപ്പൊ പിന്നെ ബാക്കിലെ ഗ്രൂപ്പ് സെറ്റ് കംപ്ലീറ്റ് അങ്ങ് മാറി. ഇപ്പൊ 46 ആയല്ലോ. 46 ടീത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 1146 ആയി. 1146 ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ കയറ്റം കയറുന്നത് വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാനിത് കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ച, കാരണം ഒന്നാമത്തെ പ്രായം കൂടി വന്നുണ്ട്, പിന്നെ നമ്മളൊരു 20 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് മാറി ഇടുക്കി തൊഴിലുകാർക്കെല്ലാം കയറ്റമാണ്. അത് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിടക്ക് പറയാം. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് വാഗമണ്ണും ഇടുക്കി പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കയറ്റങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ വിഷമം മാറി, ഇപ്പോൾ ഞാൻ സന്തുഷ്ടവാനാണ്. അങ്ങനെ പറയാം. പാട്ട് പാടിക്കൊണ്ട് കയറടാ. വെയിലൊന്നും നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് സഹാറ മരുഭൂമി ചവിട്ടാനുള്ള. ആഹാ, ലെവൽ വന്നപ്പോ എന്തൊരു സുഖം. ഇച്ചിരി ഉള്ളു, 50 മീറ്റർ. പോട്ടെ ലെവൽ റോഡിൽ വന്നപ്പോഴേ ഞാനങ്ങ് അഹങ്കരിക്കുവാ. ഞായറാഴ്ച ചുമ്മാ പോത്തും കപ്പയും നിന്ന് വീട്ടിലിരുന്ന ഇതുമല്ല നടക്കുവോ? കാലറിയൊക്കെ ആര് നോക്കണ്ടർക്കാ? ഈ മലവത്തം ചവിട്ടിട്ട് ഓഹോ, ഇതെന്നെ കാലറി തീർക്കാൻ കയറിയതാണോ? ഒന്നുമില്ല, ഇത് രസം. അവസാന ലാപ്പാണ്, പക്ഷെ ഇത് കഠിനമാണ്. ഈവൻ 46 ടീത്തായിട്ട് പോലും വിഷമിക്കൂട്ടോ. അമ്മാതിരി കയറ്റം, നമുക്ക് കയറ്റം തോന്നില്ല. അതെയാ, ഞാനവിടെ വന്നപ്പോൾ അന്വേഷണം വിളിച്ചെങ്കിലോന്ന് ഓർത്തു. പിന്നെ മേളിൽ കാണും, മോളിൽ എന്നാണ് ഞായറാഴ്ച മേളിൽ കാണുമല്ലോ. ഞായറാഴ്ച മോള് വിട്ടൊരു പരിപാടിയില്ല, ഈ പരീക്ഷയല്ലേ, പിള്ളേരുടെ എക്സാം അല്ലേ. എന്ന് കയറി വന്നേക്കാം. ഈ കയറ്റമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കല്ല, കാഴ്ചപ്പാടിലുള്ള പോലെയല്ല, ഭയങ്കര കയറ്റം. ഇതിപ്പോ 46 ചീത്ത കിടന്നിട്ട് വരെ. എന്തോ എത്തി. പൂഞ്ചിറ മേളിലോട്ട് ഒന്നും കയറുന്നില്ല. അതുപോലെ വന്ന വഴി ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. വിശാഖെ
എന്നാ വെച്ചാൽ ഇത് 1-2 വട്ടം ഇത് നല്ല വിശാലമായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ചങ്ങാതിമാരെ ഇത് മുഴുവൻ കാണിപ്പിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് 2 വീഡിയോ വേറെ കിടപ്പുണ്ട് സൈക്ലിംഗ് തന്നെ. അതുകൊണ്ട് ഞാൻ മേളിലോട്ടൊന്നും പോകണില്ല. നമുക്ക് അങ്ങോട്ട് വേണ്ട. നിഷ് ഭായ് നിങ്ങളെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയത്. ചേച്ചോ എന്നാണ്ടോ ഒരു ചങ്ങാതികളുണ്ട്. പറയല്ലേ പറക്കട്ടെ ഇങ്ങടാ. ഇത് കാണാനല്ലേ നമ്മൾ ഈ മണ്ടയ്ക്ക് കയറി വരുന്നത്. നമ്മള് രാവിലെ ഒന്ന് കോളപ്പുറ പാലം ഇൻട്രോ പറഞ്ഞ പാലം. അപ്പോൾ ഈ മനോഹര ഭൂമിയിൽ നിന്നും ഈ താഴ്വാര ഭംഗിയുടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. തിരിച്ച് ഇറക്കിറങ്ങിപ്പോടൊക്കെ എന്നെ എടുക്കാനാ അല്ലേ. പിന്നെ വൈശാഖ് ഇപ്പോൾ പോവാണ്. ഞാൻ ചിലപ്പോൾ ഇച്ചിരി വെയിലാറിയിട്ട് ഇവിടെ നിന്ന് പോരുള്ളൂ. കാരണം ഇവന് സൺഷെയ്ഡ് ഉണ്ട് തലയിൽ, എനിക്ക് സൺഷെയ്ഡ് ഇല്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇച്ചിരി വെയിലാറിയിട്ടേ പോകാനുള്ളൂ. നോക്കട്ടെ. അപ്പോ അവനെ സൂപ്പറായിരുന്നു. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വരേക്കും ഇത്രയും നേരം നമ്മളുടെ കൂടെ റൈഡിൽ നമ്മുടെ കൂടെ വന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരോടും സന്തോഷം, നന്ദി.